ഭംഗിയാണ് കാണാൻ. ചുറ്റും മഞ്ഞുമലകൾ. പക്ഷെ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് റൂൾ ഉണ്ട്. നമ്മൾ എടുത്തപ്പോൾ എടുക്കരുത് എന്ന് പറഞ്ഞു. എനിക്ക് ഫുഡ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടു. വി കുഡ് റിയലി നോ ദ ക്വാളിറ്റി ഓഫ് ദ എയർ. ഭയങ്കര മോശമായിട്ടാ. നമുക്കൊരു പൊടി സ്മെല്ലാ. നല്ല പോയിട്ടാ എനിക്കൊരു പൊടി. ചിലപ്പോ അത് മനസ്സിലുണ്ടായത് കൊണ്ടാന്നോന്നും കൂടെ എനിക്കറിയില്ല. പുറത്തേക്ക് നോക്കുമ്പോഴെന്നെ ഒരു ഹലോ ഗൈസ്, അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാറിലാണ് ഇൻട്രൊഡക്ഷൻ എടുത്തിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആരും ഗസ് ചെയ്തില്ല കേട്ടോ നമ്മൾ എവിടെയാ പോകുന്നത് എന്ന്. ആ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുന്നത്. സോ നമ്മളെടുത്തേക്കാ പോകുന്നത് ശ്രീനഗർ, കാശ്മീർ. ഇവരില്ല കേട്ടോ, ഇവര് കൊണ്ടാക്കാൻ വരുന്ന. ഞാനും അത് ആ ഒരു 3 മാസം കഴിഞ്ഞിട്ട് പോകും. 3 മാസം കഴിഞ്ഞ അവരെ കല്യാണമാണ്. അപ്പൊ അവര് പോകും. ഞാനും ഇത്തും വൈതറിനും മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര ദൂരം 3 ആള് മാത്രമായിട്ട് പോകുന്നത്. സോ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. തായ്ലൻഡ് റഫിയും ഫാമിലിയും ഉണ്ടായിട്ടേ. നമ്മള് വേറെ സ്ഥലത്ത് പോകുമ്പോ എപ്പോഴും ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം ആരുമില്ല, നമ്മള് 3 ആള് മാത്രം. അപ്പോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വെൽക്കം ടു കശ്മീർ വ്ലോഗ്. അപ്പൊ ഗൈസ്, നമ്മളൊരു 1 hour ശേഷം മാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് 8:45 ഫ്ലൈറ്റ്. അപ്പൊ നമ്മളിപ്പോ ഒരു സമയം 6:30 അപ്പൊ നമ്മൾ കറക്റ്റ് സമയമാണ്. 2 മണിക്കൂർ മുമ്പ് എത്തിയിട്ടുണ്ട്. ഇത്തുവിന് ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞിട്ടാ കുട്ടപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ ഇത്തു? അല്ലേ? നമ്മളെവിടെയാ പോകുന്നത്? കുറച്ച് ഒരു ഉറക്കപ്പിച്ചുണ്ട്. അപ്പൊ നമുക്കിനി എയർപോർട്ടിൽ ഉള്ളിലെത്തിയിട്ട് കാണാം ബാക്കി. ഓക്കെ ഓക്കെ ഉണ്ണി. അപ്പം നമ്മൾ 3 പേരെയും ഡ്രോപ്പ് ചെയ്തിട്ട് അച്ചും ഉണ്ണിയും കൂടെ അവർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇനി മാംഗ്ലൂർ സുഡിയോ പോകാനുണ്ട്, പിന്നെ അവർക്ക് ഐഡിയൽ കഫേയിൽ പോകാനുണ്ട്. അങ്ങനെ അവർക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട് ഇത്. അപ്പം നമ്മളെ വേഗം ഇറക്കി വിട്ടിട്ട് അവർ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. പിന്നെ ആക്ച്വലി എനിക്കൊരു ടെൻഷൻ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ബാഗിൻ്റെ വെയിറ്റ് നോക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ആവില്ല, 2 ബാഗേ ഉള്ളൂ. നമുക്ക് 15 ഈച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ബട്ട് എന്നാലും എനിക്ക് അവസാനമാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ എപ്പോഴും കയറി വരും. അപ്പം നമ്മളെല്ലാവർക്കും ബൈ പറഞ്ഞിട്ട് വരുമ്പോൾ ഒരു കൊട്ട മഞ്ഞും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ബൈ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ മറ്റേ ലഗേജ് ചെക്ക് ഇൻ ചെയ്യുന്ന കുട്ടി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 3 പേർക്ക് അടുത്തടുത്തുള്ള സീറ്റ് തന്നു ആള്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയായി ലഗേജ് ഒക്കെ പറഞ്ഞു വിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഗൈസ്, നമ്മളെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഗേറ്റിനടുത്ത് വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് വിളിക്കാത്തൊരു അതിഥി പെട്ടെന്ന് കടന്നു വന്നു. എന്താണ്? വിശപ്പ് ഗൈസ്. സോ വിശന്ന് വലഞ്ഞ് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു മീൽസ് ഓർഡർ ചെയ്തു. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത്തുവിന്റെ നൂഡിൽസ് വന്നു. ഇത്തുവിന് നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ 2 ആളും എന്തോ ചിക്കനാണ് ഓർഡർ ചെയ്തത്. നല്ല എക്സ്പെൻസീവ് ആട്ടോ. നമ്മൾ ആക്ച്വലി ലോഞ്ച് ഒന്ന് കഴിക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ലോഞ്ച് വരെ നമ്മളെ വിശപ്പ് എത്തൂല. നമ്മള് ഡൽഹിന്ന് കഴിക്കാന്നാ വിചാരിച്ചത് മറ്റേ ഡിന്നർ. വീട്ടിൽ നിന്ന് ദോശ കഴിച്ചിട്ട് വന്നതെങ്കിലും ഇപ്പോഴും വിശക്കുന്നുണ്ട് അല്ലേ ഇത്തു? ഊത് ടേസ്റ്റ് ഉണ്ടോ? യമ്മി. ഓ നൂഡിൽസ് നോർമൽ നൂഡിൽസ് പോലെ തന്നെ. ഒരു മാഗിക്കും 5 പീസ് ചിക്കനും കൂടെ 999 രൂപയാണ് പോയത്. സോ വൈ ദിസ് കൊലവറിഡി അല്ലിത്തു? ഞങ്ങളെ ചിക്കൻ വന്നിട്ട് കാണിച്ചാൽ. ഓക്കെ ഗൈസ്, ഞാനിവിടെ ഒരു കാര്യം നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ എയർപോർട്ട് കാലി, ആരുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എനിക്കൊന്നു ഓൾമോസ്റ്റ് ഓൾ ഇന്റർനാഷണൽ മാംഗ്ലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാവരും പോകുന്ന മറ്റേ മിഡിൽ ഈസ്റ്റിലേക്കാണ്. അതെല്ലാം ക്യാൻസൽ ആണല്ലോ ഫ്ലൈറ്റ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ ഭയങ്കര കുറവ് ആൾക്കാരാണ്. വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഭയങ്കര കുറവ് ആൾക്കാർ. അപ്പൊ നമ്മള് മാഗി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സാധനം വന്നു ഗൈസ്. ഓ, ചിക്കൻ ലുക്സ് വെരി കോംപ്രമൈസിങ്.
എനിക്ക് ലെഗ് പീസ് മതി. ഭയങ്കര സ്പൈസി പോലെ ഉണ്ട് ഗൈസ്. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. ഐ ഡോണ്ട് നോ ഹൗ വിൽ ഇറ്റ് ബി. ഭയങ്കര സ്പൈസിയാ. വാ, ഇത് ഭയങ്കര സ്പൈസി. ഇങ്ങോട്ട് വാ. നല്ല എരിവുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലേ. ഇതും കൂടെ ഫിനിഷ് ചെയ്യട്ടെടാ. അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് മുകളിലേക്ക് പോകുന്നതാണ്. കാരണം നമ്മള് ഗേറ്റ് 4 ആണ്, 4 മുകളിലാണ്. സോ നമുക്ക് മുകളിൽ പോയി നോക്കാൻ കഴിച്ച എന്താന്ന്. ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഐ മീൻ താഴെ ആയിരുന്നു, കാരണം ഡൊമസ്റ്റിക് മുകളിലല്ലേ. സോ ഇവിടെ ആൾക്കാര് കൂടുതലുണ്ട്. യുദ്ധം ഇവരെ ബാധിച്ചിട്ടില്ല. നല്ല ആൾക്കാരുണ്ട് ആക്ച്വലി. നമുക്ക് സീറ്റിലിരിക്കാൻ. അപ്പം ഞാനും ഇതും വേഗം വാഷ്റൂമൊക്കെ പോയി ഫ്രഷായി. പിന്നെ അവിടെ ഇത് മിറർ കണ്ട ഇങ്ങനെ ഒരു ഷോ കാണിക്കണമല്ലോ. അപ്പം ഞാൻ ഷോ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബോർഡിങ് വേണ്ടിയിട്ട് പോലായി. നല്ല തിരക്കുണ്ടായിരുന്നു ആക്ച്വലി. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവിടെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്തു പണ്ട് നമ്മൾ തായ്ലൻഡ് പോയപ്പോൾ നമ്മൾ പണ്ടത്തെ റീൽസൊക്കെ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. അവളിങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഈ മറ്റേ ബോർഡിങ് പാസ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം ഇത്തു ഇപ്രാവശ്യം വരുമ്പോൾ പറഞ്ഞതിന് ഞാൻ കൊടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിന്. അപ്പം തന്നെ കൊടുത്തു നോക്ക്. ഭയങ്കര സന്തോഷമായി. ലൈക്ക് ദെൻ ആൻഡ് നൗ ഇടാന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിന് ആ വീഡിയോന്റെ. അങ്ങനെ ഇത്തു വേഗം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പോയി സൈഡ് സീറ്റ് ഒക്കുപ്പ് ചെയ്തു ഗൈസ്. ഞാൻ പൊതുവേ ഫ്ലൈറ്റിൽ പോകുമ്പോൾ സൈഡ് സീറ്റ് ആർക്കും കൊടുക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തെന്ന് വെച്ചാൽ ഇത്തുവിന് കുറച്ചൊന്നും അറിയേണ്ട പ്രായമായല്ലോ. അപ്പം പിന്നെ ഓള് പോയി സൈഡ് സീറ്റ് അങ്ങ് എടുത്തു. പിന്നെ നമുക്ക് വേറെ ഒപ്പീനിയൻ ഇല്ല. സൈഡ് സീറ്റ് എടുത്തു. ഞാൻ നടുക്കാണ്. ഞാൻ ഇപ്രാവശ്യം നടുക്കഷ്ണമായത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സീറ്റാണ് നടുക്ക്. സൈഡ് സീറ്റാണ് എപ്പോഴും നല്ലത്. പിന്നെ എയർ ഹോസ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലെയിനിങ് ഉണ്ടായിരുന്നു. അവിടെ എക്സിറ്റ് ഉണ്ട്, അവിടെ എക്സിറ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ആള്. അപ്പം നമ്മൾ ബോർഡിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇരുന്നു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റായി പോകാൻ വേണ്ടിയിട്ട്. ഏതാ റെഡി? ഇത് റെഡി? ഇവിടെ നോക്ക്. റെഡി? സോ നമ്മൾ ഇനി ഡൽഹിയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് രാത്രി മുകളിൽ നിന്ന് താഴോട്ടൊക്കെ ഭയങ്കര രസമായിട്ടോ. കാരണം ലൈറ്റ്സ് ഒക്കെ രാവിലെ കാണും ഭംഗി. ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കാൻ രാത്രിയിലാണ്, ബിക്കോസ് ഫുൾ ലൈറ്റ്സ് ആയിരിക്കും. ഇതിപ്പോൾ മാംഗ്ലൂർ നമ്മൾ കയറുമ്പോഴുള്ളതാണ്. പിന്നെ ഞാനും ഇതും നൈസായിട്ടൊന്ന് ഉറങ്ങി ഒരു 1.5 മണിക്കൂർ. ഇപ്പോൾ ഇത് നമ്മൾ ഡൽഹിയിൽ എത്തിയ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മളൊരു എനിക്കൊന്ന് പെട്ടെന്ന് എത്താൻ പറഞ്ഞതിനേക്കാളും വേഗത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ഫ്ലൈറ്റ്. ഇതിപ്പോൾ ഡൽഹിൻ്റെ വ്യൂ ആട്ടാ, ഏരിയൽ വ്യൂ ആണ്. നല്ല ഭംഗിയില്ലേ? അപ്പൊ നമ്മള് 2-2.5 മണിക്കൂറിന് ശേഷം ഡൽഹിയിലെത്തി. ഇല്ല, കാരണം എന്താ വെച്ചാല് നമ്മളത് 11:45 ട്രെയിൻ വിടേണ്ടത്. ട്രെയിൻ അല്ല, ഫ്ലൈറ്റ് 11:45. പക്ഷെ വിട്ടത് 8:45 വിടേണ്ടത്. 9:20 പക്ഷെ 9:20 വിട്ടത്. പക്ഷെ ഇവിടെ എത്തിയത് പറഞ്ഞതിനേക്കാളും നേരത്തെ എത്തിയിരുന്നു നമ്മള്. ഓ, അപ്പൊ നമ്മള് ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 2ലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഒരു 20 minutes ട്രാവൽ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ലോഞ്ച് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ല ഗൈസ്. ഡിന്നർ കഴിച്ചിട്ടാണോ? അപ്പൊ കഴിച്ചത് സ്റ്റാർട്ടർ മാത്രം. ഇവർക്ക് അപ്പുറത്തെ ഓടിയപ്പോലെ അല്ലേ? കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാനുള്ള സാധനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഇവര് 80 ഓടുന്ന അച്ഛനും മോളും കൂടെ. എനിക്ക് ഇവിടെ ഓടിപ്പിടിക്കാനാവുന്നില്ല അവരെ. എനിക്ക് ഉറക്കമൊന്നുമില്ല, മടുപ്പില്ല, ഒന്നുമില്ല. ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ഫ്രം ഡൽഹി ടു ശ്രീനഗർ ഓൺ ടെർമിനൽ 3. ഇപ്പോൾ ഉള്ളത് ടെർമിനൽ 1-ലാണ്. ടെർമിനൽ 3ലേക്ക് പോകണം. ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് ടെർമിനൽ 3-ലാണ്. സോ നമ്മള് ബി ഗേറ്റിലൂടെ എക്സിറ്റ് ചെയ്തിട്ട് ടെർമിനൽ 3ലേക്ക് പോകുന്നു. ഇത് വെയിറ്റിംഗ് ലോഞ്ച് അല്ല, ബസ് വെയിറ്റിംഗ് ലോഞ്ച് ആണ്. പില്ലർ നമ്പർ 8-ലൂടെയാണ് നമ്മൾ ടെർമിനൽ 3ലേക്ക് പോവുക. ഓക്കെ ഗൈസ്, വെർ ഈസ് പില്ലർ നമ്പർ 8? ലെറ്റ്സ് ഫൈൻഡ് പില്ലർ നമ്പർ 8. കം. ഇവിടെ പില്ലർ the 7th, this one the 8th. അതാ നമ്മളെ ബസ് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് പോവാം. നിങ്ങൾക്ക് ആ ബ്ലൂ ബസ് കാണുന്നുണ്ടോ? അതാണ്
അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഡൽഹി എത്തി. അങ്ങനെ ഫസ്റ്റ് ടൈം വി ആർ കമ്മിങ് ടു ഡൽഹി. അപ്പൊ ഇതില് എനിക്കൊരു കാര്യം പറയാനുള്ളത് അല്ല, നമ്മളെ രതീഷ് ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഡൽഹിയില്. നെക്സ്റ്റ് ടൈം ആണ് നമുക്ക് രതീഷ് ചേട്ടനെ മീറ്റ് ചെയ്യാം. ഇതില് സീറ്റ് നമ്മളിൽ കയറട്ടെ. അപ്പൊ രതീഷ് ചേട്ടാ, we'll see you soon, okay? ഇതൊന്ന് 20 minutes ട്രാവൽ ഉണ്ടല്ലേ? 20 minutes. നമ്മൾ ഇത്ര ദൂരം ടെർമിനൽ ട്രാൻസ്ഫർ ഇതുവരെ പോയിട്ടില്ല അല്ലേ? ഞാൻ പോയിട്ടുണ്ട് മുംബൈയില്. ഞാൻ പോയിട്ടില്ല. നമ്മളന്ന് ദുബായ് പോയപ്പോഴേക്ക് ഇത്ര 20 minutes ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, മുംബൈയിൽ 20 minutes ഉണ്ടോന്ന് ഓർമ്മയില്ല. രതീഷേട്ടന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂല്ലേ? ഇല്ലപ്പോ രതീഷേട്ടനോട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു പറയാം. എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല, ബട്ട് നമുക്ക് ഇവിടുത്തെ എയർപോർട്ടിലായിട്ട് പോലും വി കുഡ് റിയലി നോ ദ ക്വാളിറ്റി ഓഫ് ദ എയർ. ഭയങ്കര മോശമായിട്ടാ. നമുക്കൊരു പൊടി സ്മെല്ലാ. നല്ല പോയിട്ടേട്ടാ, എനിക്കൊരു പൊടി. ചിലപ്പോ അത് മനസ്സിലുണ്ടായത് കൊണ്ടാന്നോന്നും കൂടെ എനിക്കറിയില്ല. പുറത്തേക്ക് നോക്കുമ്പോഴെന്നെ കാണിക്കുന്നുണ്ട് 290 അങ്ങനത്തെ ഉണ്ട്. ഒരു സ്മെല്ലേ വ്യത്യാസമുണ്ട്. പക്ഷെ ഭയങ്കര നീറ്റാട്ടോ. നീറ്റാണ്, ബട്ട് സ്റ്റിൽ കാണാൻ നല്ല രസമുണ്ട്. ഒരു പൊല്യൂട്ടഡ് സിറ്റി പോലെ തോന്നും. അപ്പൊ നമ്മള് ലോഞ്ചിലെത്തിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പ്രെഡ് എനിക്കൊന്ന് രാത്രി ഇത്ര ലേറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഭയങ്കര സ്പ്രെഡൊന്നും ഇല്ലല്ലോ ഇതേട്ടാ, നോർമൽ. അതിലുള്ള ഇതിൽ നല്ലത് നോക്കി നമ്മളെടുത്തു. ഞാൻ കഴിച്ചു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, കഴിക്കാം. ഞാൻ കഴിച്ചു. സോ ഞാൻ സ്പ്രെഡ് കാണിച്ചു തരാം നിങ്ങൾക്കൊന്ന്. അങ്ങനെ വെലുങ്ങനൊന്നുമില്ല. ആക്ച്വലി ഇവിടെ ചാർട്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ചപ്പാത്തി, കറി, പിന്നെ പനീർ കറി, സബ്സി, then രാജ്മ ആൻഡ് ഫ്രൈഡ് റൈസ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ ഇവിടെ നോർമൽ സ്റ്റീം റൈസ് ഉണ്ട്. പിന്നെ കുറച്ചൊരു നമ്മളെ സാലഡ് കോർണർ ഉണ്ട്. then we have curd rice, സൂപ്പ് ഉണ്ട്, ബ്രെഡ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതെന്താ, ശക്കപ്പാര എന്ന് പറഞ്ഞൊരു സ്വീറ്റാണ്. ഇവിടെ പായസവും ഉണ്ട്. സോ ഞാൻ വിചാരിക്കുന്ന ഒരു കോഫിയും പിന്നെ ഒരു മഫിനും എടുക്കാമെന്ന്. അപ്പൊ നമ്മള് എൻകാം ലോഞ്ചിൽ വന്ന് നമ്മൾ നല്ല കോഫിയും ദെൻ മഫിനും കഴിക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ഫുഡ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടു. അല്ലിത്തു നമ്മൾ രണ്ടുപേരും മഫിൻ വിത്ത് ജാമാണ് കഴിക്കുന്നത്. അല്ലിത്തു അപ്പൊ കുറച്ചുകൂടെ എന്താ കോഫി കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ. കൊച്ചു നൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിരിക്കോ. മഫിൻ പൊട്ടിച്ച് 2 കഷ്ണാക്കി അതിന് നടുക്ക് ജാമിട്ട് കഴിച്ചു നോക്കാം. തീർച്ചയാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ലോഞ്ചിലൊരു 3 to 4 hours കടന്നു. 2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ 3 മണിക്കൂർ റീചാർജ് ചെയ്തു എക്സ്ട്രാ പൈസ കൊടുത്തിട്ട്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ടൊന്ന് കിടന്നു. അപ്പോൾ ഗൈസ്, നമ്മളൊരു ഉറക്കത്തിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകുന്നതാണ്. ഡൽഹി ടു ശ്രീനഗർ. ഒരു സാധനം കാണിച്ചു തരേ, കണ്ടോ, നല്ല ഭംഗിയില്ലേ. സോ നമ്മൾ ഗേറ്റ് 39A അല്ലേ? അതാ 39. എല്ലാവരും കയറലായി. നമ്മൾ ലോഞ്ചിലൊന്നും അങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പം സമയം ഇപ്പം 6 മണിയായി. നമുക്ക് 6:45 ഫ്ലൈറ്റ്. കുട്ടികളിൽ തെർമൽസ് ഇടിക്കുന്നുണ്ടല്ലോ. ഇട്ടുനി ഇടിക്കണ.
അപ്പോൾ ഗൈസ് നമ്മൾ കശ്മീർ എയർപോർട്ടിലെത്തി. അത് ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഭയങ്കര കുഞ്ഞ് എയർപോർട്ടാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ചുറ്റും മഞ്ഞ് മലകൾ. പക്ഷെ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് റൂൾ ഉണ്ട്. നമ്മൾ എടുത്തപ്പോൾ എടുക്കരുത് എന്ന് പറഞ്ഞു. സോ ഇന്നത്തെ ഡേ 1 ഒരു കുഞ്ഞു വ്ളോഗാണ്. ഡേ 2ൻ്റെ നല്ല അടിപൊളി വ്ളോഗായിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ വരും. സോ സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ ഹാപ്പി പറയത്തു. ബൈ. ഇതിന് ഭയങ്കര തണുപ്പ്.